ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA ഉമാ തോമസിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചു. എക്സ്റേയിൽ ശ്വാസകോശത്തിനിടയിൽ നീർക്കെട്ട് കണ്ടു. അതിനാൽ 2 ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. എടുത്തപ്പോൾ ചെറിയൊരു നീർക്കെട്ട്, ഇത്തിരി ഒരു വെള്ളക്കെട്ട് റൈറ്റ് സൈഡിൽ ഒരു 160 ml ഉണ്ടായിരുന്നത് ഇന്നൊരു 200+ വന്നിട്ടുണ്ട്. ആളുടെ റെസ്പിറേഷൻ പുള്ളി തന്നെത്താനെ എടുക്കുന്ന റെസ്പിറേഷനിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ വിത്തിൻ 1 or 2 days, നമുക്ക് എന്നാണെന്ന് പറയാൻ പറ്റില്ല, അതൊരു ഫുൾ എഫേർട്ട് എടുക്കുന്നത് വരെ വെന്റിലേഷൻ കണ്ടിന്യൂ ചെയ്യും. വെന്റിലേഷൻ ഉണ്ടായാലും അത് കഴിഞ്ഞാൽ CPAP, പിന്നെ അങ്ങനെ കുറച്ചൊരു എക്സ്റ്റെൻഡഡ് പ്രോസസ്സാണ് അത്. അതിനകത്തോട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി എന്ന ഉമാ തോമസിന്റെ മകൻ വിഷ്ണു. അമ്മേൻ്റെ അവസ്ഥ വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഒക്കെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. ഇന്നലെ ഉമാ തോമസ് കണ്ണ് തുറന്നു, കാലൊക്കെ ചലിപ്പിച്ചു, മക്കളോട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു എന്നും അറിഞ്ഞു. എന്തായാലും അതൊരു വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്.